മല്ലിക സുകുമാരൻ എന്ന സകല കലാവല്ലഭയായ നടിയെ അറിയാത്തവർ ആരും ഉണ്ടാകില്ല. ഒരു സിനിമാ കുടുംബം എന്ന് തന്നെ പറയാം മല്ലികയുടെ കുടുംബത്തെ. സുകുമാരനും മല്ലികയും സിനിമയിലെ എല്ലാ റോളുകളിലും നായികയായും വില്ലനായും അല്ലെങ്കിൽ വില്ലത്തിയായും അങ്ങനെ എല്ലാ അമ്മായിയമ്മ റോളിലും നടിയായും അങ്ങനെ എല്ലാം നിറഞ്ഞു നിന്നൊരു നടിയാണ് മല്ലിക സുകുമാരൻ. ഇപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ഓഫ് 2024 അവാർഡ് നേടിയിരിക്കുകയാണ് മല്ലിക സുകുമാരൻ. ഈ വേദിയിൽ വെച്ച് തന്റെ മക്കളെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കുകയാണ് മല്ലിക സുകുമാരൻ. ഈ അവാർഡ് തനിക്ക് കിട്ടി എന്നറിയുമ്പോൾ മക്കളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് മല്ലിക പറയുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു സന്തോഷ വാർത്ത, പൃഥ്വിരാജിന്റെ പുതിയൊരു സന്തോഷ വാർത്ത കൂടി ഈ സമയത്ത് മല്ലിക സുകുമാരൻ പങ്കുവയ്ക്കുന്നുണ്ട്. വലിയൊരു കൈയ്യടി നൽകിക്കൊണ്ട് തന്നെ ഷാൽബിന്റെ സാന്നിധ്യത്തിലാണ് ഞങ്ങൾ ഇവിടെ ഇതാ സൈമൺ സാറ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഒരു നിമെന്റോ എന്ന ട്രോഫി കൊടുക്കുന്നത്. ഷാൽബിൻ, could you please do the honor? ഞങ്ങളുടെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ for the year 2024 goes to Mallika ji. ഷാൽബിനാണ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് നൽകുന്നത് on behalf of Milestone Makers. Mallika ji, സോഷ്യൽ മീഡിയ എന്നെ എടുത്തിട്ട് ബഹുമാന്യരായ എല്ലാ ക്ഷണിതാക്കളോടും, ഒരുപക്ഷെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇങ്ങനെ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ എനിക്ക് ഭാഗ്യം തന്ന മൈൽ സ്റ്റോണിൻ്റെ എല്ലാ ഭാരവാഹികളോടും, അതിലുപരി സമ്മാനം തന്ന സാറിനോടും ഒക്കെ ഞാൻ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു വരി അന്തം വിട്ടിരിക്കുക. ഈ ആമുഖമൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കൊച്ചു ഹീറോയോ ഹീറോയിനോ ഒക്കെ ഇപ്പോൾ ഓടി വന്ന് ചാടി കയറിയൊക്കെ വാങ്ങിക്കുന്നു. അപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം, ഞാനിങ്ങനെ കുറച്ചു മുമ്പേ മൺമറഞ്ഞു പോയ കലാകാരന്മാരെ ആദരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. അതിനകത്ത് ഒരു 2-3 പേരൊഴിച്ച് ചെറുപ്പക്കാരെ, ബാക്കി എല്ലാവരുടെയും കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എം ടി വാസുദേവൻ സാറിൻ്റെ കൂടെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹം സംവിധാനം ചെയ്ത ഏറ്റവും കൂടുതൽ പടങ്ങളിലെ നായകൻ എൻ്റെ സുഹൃത്തനായിരുന്നു. കുടുംബപരമായിട്ടും അറിയാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഈ ഡിജിറ്റൽ അവാർഡ് ആദ്യമായിട്ട് ഏർപ്പെടുത്തിയപ്പോൾ ആ യുഗത്തിലും വന്നു നിന്ന് ഒരു അവാർഡ് വാങ്ങിക്കാനുള്ളൊരു ഭാഗ്യം സർവേശ്വരൻ തന്നു എന്ന് പറയുന്നത് എൻ്റെ ഒരു മഹാഭാഗ്യമാണ്. കാരണം ഞങ്ങളൊക്കെ ഡിജിറ്റൽ യുഗത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പം നല്ല പ്രായം എന്ന് പറയാനും ആൾക്കാരുണ്ടാവും. പിന്നെ ക്രിസ് പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഒരു സ്വന്തം സഹോദരനെ പോലെയാണ് കേട്ടോ. ഒരു കാര്യം ശരിയാണ്, നേരം വെളുത്തിപ്പോൾ ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതെപ്പോഴായിരുന്നു, ഒരു ഇന്നും കണ്ടു, ഞാൻ പേര് പറയുന്നില്ല, മല്ലിക സുകുമാരൻ ഞെട്ടിപ്പോയി, ചങ്കിടിച്ചു, എന്തൊക്കെയോ ഭാഷ. എന്താ കാര്യം? പൃഥ്വിരാജ് അടുത്ത പടത്തിന് പോയി, എന്താ വലിയ ചങ്കിടിക്കാൻ എന്തോന്നിരിക്കുന്നത്? എനിക്ക് ഒരു പിടിയും കിട്ടില്ല സത്യം പറഞ്ഞാൽ. എന്താണ് ഈ കഥയുടെ പിന്നിൽ അവർ പറയുന്ന ഭാഷ അല്ലെങ്കിൽ എഴുതുന്ന ഭാഷ? ഒരു പിടിയില്ല. എൻ്റെ മകൻ അടുത്തത് ഏത് പടത്തിൽ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കള്ളം പറയാനുള്ള മടി കൊണ്ട് സത്യം പറയും. അങ്ങനെ സസ്പെൻസ് പൊട്ടിച്ചു മല്ലിക സുകുമാരൻ. എന്ത് സസ്പെൻസ്? ഒരു പടം കഴിഞ്ഞാൽ എല്ലാ നടന്മാരും അടുത്ത പടത്തിൽ പോവില്ലേ? അപ്പൊ അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ. ഒരു കാര്യമില്ലാതെ സന്തോഷത്തോടും സമാധാനത്തോടും കഴിയുന്ന കുടുംബത്തിനകത്ത് കയറി കിടന്ന് എന്തെങ്കിലുമൊക്കെ തലയും വാലും ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരു പാരഗ്രാഫ് ഒന്ന് എഴുതുക. വാസ്തവത്തിൽ അത് വായിക്കുന്ന ആ പാവം പെൺകുട്ടികളെ കണ്ടാൽ നമുക്ക് നന്നായിട്ടറിയാം, അവർക്കറിയാം ഇത് കള്ളവാന്ന്. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ദുഃഖഭാവത്തിലാണ് അവർ വായിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിക്കും, എന്തിനാ ഇതിനൊക്കെ പ്രതികരിക്കാൻ നിൽക്കുന്നത്? ഞങ്ങളാരും ചില പലപ്പോഴും പലതും കാണാറില്ല. പക്ഷെ ആ കൂട്ടത്തിൽ മൈൽ സ്റ്റോൺ, ഇതിൻ്റെ യഥാർത്ഥ ശില്പി ഇവിടെ ഉണ്ടെങ്കിലും ഇതിലൊരാളുണ്ട്, അപ്പു, ഒരു രക്ഷയില്ല. അവൻ പറഞ്ഞു, ഞാൻ കൊച്ചിയിലെത്തി, അത് മറ്റ് 1-2 പരിപാടികൾക്ക് ഞാൻ വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പു ഞാൻ വരാം, ഇപ്പം കുറച്ച് വേണ്ടുമില്ല, ഫിസിയോതെറാപ്പി എല്ലാം കഴിഞ്ഞൊക്കെ കാലൊക്കെ സുഖമായി, സിനിമയും സീരിയലും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. അവിടെ വരണം, തീർച്ചയായിട്ടും വരണം, അരമണിക്കൂർ അപ്പം വിടുമെന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്കറിയില്ലേ സിനിമക്കാരും സീരിയലുകാരും ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തുടങ്ങാനും അവസാനിപ്പിക്കാനും ഒരല്പം ബുദ്ധിമുട്ട്. അതാരും മനഃപൂർവ്വമല്ല, പലരും പല ജോലി സ്ഥലത്തു നിന്ന് വരുന്നവരായിരിക്കും. എന്തായാലും
ഞാനത് ഒരുപാടൊന്നും പ്രസംഗിക്കും. അല്ല, എന്നാലും മല്ലിക ആന്റി ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആണ്. ഇത്രയും പിള്ളേർ മല്ലിക ആന്റി പറഞ്ഞു, ചെറിയ പ്രായത്തിലുള്ള ഒരുപാട് പിള്ളേരുണ്ടെങ്കിലും ഞങ്ങളുടെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആയത് മല്ലിക ആന്റിയാ. അപ്പൊ പൃഥ്വിരാജിനെ ആയിരിക്കും ഇന്ദ്രജിത്തിനെയും രണ്ടുപേരെയും മല്ലിക ആന്റി എന്തായാലും വിളിച്ചത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ വിളിച്ച് ഞാനും പൊന്നമ്മ കൂടെ ഇരിക്കുന്ന ഫോട്ടോ വരെ അയച്ചിരിക്കുക. ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ദ്രേട്ടൻ എന്തായിരിക്കും റെസ്പോണ്ട് പറയുക? അതായത് ഞാനിപ്പോ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആയി മോനെ, അമ്മ ഡിജിറ്റൽ അല്ലെങ്കിൽ പറയാറുണ്ട്, കൂടെ അമ്മ പറയും നിങ്ങളൊക്കെ എവിടാടാ കാണാനില്ലെന്ന്. ഓടിപ്പടച്ച് വരുമ്പം അമ്മ 2 മണി രാവിലെ സീരിയല്, ഉച്ചയ്ക്ക് സിനിമ, വയസ്സുകാലത്ത് അമ്മയ്ക്ക് അടങ്ങിയിരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് അവരെന്നെ കളിയാക്കാറുണ്ട്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു ഭാഗത്ത്. എന്നാൽ ഈ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആയി അമ്മ എന്ന് പൃഥ്വിരാജിനോട് പറയുമ്പോൾ പൃഥ്വിയുടെ ഒരു റെസ്പോൺസ് എന്തായിരിക്കും വരാൻ സാധ്യത മല്ലിക ആന്റി? അവസാനം ഞങ്ങളുടെ കഞ്ഞി പാറ്റ ഇടുവോ അമ്മ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. യാതൊരു സന്തോഷമില്ല. എനിക്കൊരു സന്തോഷ വർത്താനം പറയാനുണ്ട്. എൻ്റെ മോൻ്റെ എമ്പുരാൻ ഇന്ന് സെൻസർ ചെയ്തു. അവനെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. UA സർട്ടിഫിക്കറ്റാണ് പടം. ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ എനിക്കും ആ പടം കണ്ടപ്പോൾ എൻ്റെ മോൻ തന്നെയാണല്ലോ ചെയ്തതെന്ന് ഒരു അഭിമാനമൊക്കെ തോന്നി. സത്യം പറയാണ്, ഭംഗിവാക്ക് പറയില്ല. അതുകൊണ്ട് തന്നെ അതിന് നന്നായി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്തായാലും ഈ പറഞ്ഞിട്ട് കലാകാരന്മാരുടെ സൃഷ്ടികൾ വിലയിരുത്തേണ്ടത് കലാവാസനയുള്ള പ്രേക്ഷകരാണ്. ഞാൻ പറഞ്ഞാൽ പോരല്ലോ, അതിൽ തന്നെ സന്തോഷമാണ്. പിന്നെ ഈ പറയുന്ന ആളിനെയൊക്കെ എത്രയോ കാലമായിട്ട് എനിക്കറിയാം. ഇപ്പം നിന്ന് ഭാഗം അടിക്കുന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഈശ്വര ഇത് എവിടെ നിന്നാണോ എന്തോ ഇങ്ങനെ അനർഗളമായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നത്. കൊച്ചു കുട്ടിയായപ്പോൾ തൊട്ട് എനിക്കറിയാവുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഡിജിറ്റൽ യുഗത്തിലെ മല്ലിക ആന്റിയെ വിളിച്ചിരിക്കുന്നത് ആദരിക്കാൻ തോന്നിയത് അതൊരു ഭാഗ്യം. ഇല്ല, സത്യം ഞാൻ മല്ലിക ആന്റിയുടെ ഫാനാണ്. കാര്യം ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് പോലും ഇല്ലാത്ത ഫയറിലാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. കൺസോളിൽ നിന്ന് നമ്മുടെ അപ്പൂസിന്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, മല്ലിക ആന്റി എന്തോ വീഡിയോ മല്ലിക ആന്റിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ഒന്ന് നൽകണമെന്ന്. നമുക്ക് പെട്ടെന്ന് അതൊന്ന് കണ്ടു നോക്കിയാലോ മല്ലിക ആന്റി? ജസ്റ്റ് തീർച്ചയായിട്ടും. ഓക്കെ. മല്ലിക ആന്റി കുറച്ച് ഫ്രഷ് ക്വസ്റ്റ്യൻ എടുക്കട്ടെ. മല്ലിക ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരുമോൾ സുപ്രിയാണോ പൂർണ്ണിമയാണോ? ഇന്ദ്രജിത്താണോ പൃഥ്വിരാജാണോ മല്ലിക ആന്റിക്ക് ഏറ്റവും ഇഷ്ടം? അടുത്തത് റാപ്പിഡ് ഫയർ ആണ്. 3 ആളുടെ പേര് പറയാം. അതിൽ ഒരാളുടെ പേര് മല്ലിക ആന്റി പറഞ്ഞേ പറ്റുള്ളൂ. മല്ലിക ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരക്കുട്ടികൾ ഇവരിൽ ആരാണ്? അലങ്കൃത, പ്രാർത്ഥന, നക്ഷത്ര. ഇഷ്ടമുള്ളത് വേണമെങ്കിൽ പറയാട്ടാ. ഏറ്റവും സെൽഫിഷായ മരുമോൾ സുപ്രിയാണോ പൂർണ്ണിമയാണോ? പൊസസീവ്നെസ് ഏറ്റവും കൂടുതലുള്ള മരുമോൾ ആരാണ്? മല്ലിക ആന്റി പോലെ ഒരു ഫ്രഷ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇന്ദ്രനാണോ പൃഥ്വിയാണോ? നല്ല മക്കളെ ആരാണ്? ഇത് അപ്പുവിന്റെ സൃഷ്ടിയാ. ഇത് അപ്പുവിന്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇത് ജുനൈസ് എന്ന് പറയുന്ന ഇപ്പൊ ജോജു ജോർജിന്റെ പണി സിനിമയിലൊക്കെ അഭിനയിച്ച ജുനൈസ് നമ്മുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ലേ മല്ലിക ആന്റി മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ? ഞാൻ ചോദിച്ചില്ലേ സുപ്രിയാണോ പൂർണ്ണിമയാണോ ബെറ്റർ? ഞാൻ സത്യം പറഞ്ഞ മല്ലിക ആന്റി ബലിയാടായതാ. മല്ലിക ആന്റിയാണ് വരുന്നെന്നുള്ള ആവേശം മൂത്ത് ഷാൽബിനൊക്കെ വിളിച്ച് പറയാണ്. ഞങ്ങൾ അതിന്റെ ഉത്തരം കേൾക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു വീടാവുമ്പോ അങ്ങനെ തമാശം സന്തോഷം വലിയ ദുഃഖങ്ങളൊന്നുമില്ല, അങ്ങനെ പോകുന്നു. എന്നാലും സോഷ്യൽ മീഡിയ വിടത്തില്ല. അതുകൊണ്ട് എനിക്ക് ഈ വയസ്സായ ഒരു അമ്മയ്ക്ക് പറയാനുള്ളത്, ഇതിലൊക്കെ കണ്ട് വായിക്കുന്നതൊക്കെ ഒരു തമാശ പോലെ. പണ്ട് ഓർമ്മയില്ലേ, എൻ്റെ വീട്ടിന് മുമ്പിൽ വെള്ളം വന്നപ്പോൾ ഞാൻ മാത്രം ചെമ്പിക്കറിപ്പോയതോ ലംബോർഗിനി എന്ത്, അതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ആ ഒരൊറ്റ ട്രോള് കൊണ്ട് എൻ്റെ റോഡ് ടാർ ചെയ്യുന്നു, മുഖ്യമന്ത്രി കളക്ടർ അടക്കമുള്ളവരെ പറഞ്ഞു വിടുന്നു, നോക്കുന്നു, ഇതെന്താ സംഭവം എന്നൊക്കെ. ആ നാട്ടിലത് വലിയ ഒരു എന്താ പറയുക ഒരു വിഷയമായിട്ട് മാറി. അങ്ങനത്തെ ട്രോളൊക്കെ നല്ലതാണ്. പക്ഷേ മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ പേരിൽ വെച്ച്, അതും അവർക്കല്ല കൊടുക്കുന്നത് ഇന്റർവ്യൂ, ആർക്കോ കൊടുക്കുന്ന ഇന്റർവ്യൂവിലെ ഒരു ഭാഗം എടുത്ത് പൊടുപ്പും തൊക്കലും ഒക്കെ വെച്ച് ഇവർ പറയുന്നിടത്തുനിന്ന് ഞാൻ അവരോടാണ് സംസാരിച്ചത്. അത് കുറച്ച് കൂടുതലായിപ്പോൾ. ഏതായാലും ഞാൻ ഒന്നും പറയുന്നില്ല. ഈ ഡിജിറ്റൽ യുഗത്തിലും ഒരു സ്റ്റാറായിട്ട് ഇവിടെ നിൽക്കാൻ ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചല്ലോ എന്നുള്ളതിന് ഒരുപാട് ഈശ്വരനോട് നന്ദി പറയുന്നു. ഒപ്പം മൈൽ സ്റ്റോണിനോടും ഇതിൻ്റെ എല്ലാവരോടും ഇത്രയധികം എന്നെ വിശേഷിപ്പിച്ച എൻ്റെ ഈ മോളോട് ഞാൻ എല്ലാ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ.